ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ബട്ടർ ഗാർലിക് പ്രോൺസിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കിവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 പീസ് പ്രോൺസ് എടുത്തിട്ടുണ്ട്. അത് അധികം ചെറുതാവാൻ പാടില്ല, കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് പ്രോൺസ് എടുക്കുക. ഇതിൻ്റെ ഹെഡ് ഭാഗം മാത്രം കളഞ്ഞിട്ട് നന്നായി വൃത്തിയായിട്ട് കഴുകുക. ഇതിൻ്റെ തൊണ്ട് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ തല മാത്രം കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ഇന്നിവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം റെഡ് ചില്ലി പൗഡറും എടുക്കാം. അപ്പോൾ ഇത് പ്രോൺസ് വളരെ കുറച്ചുള്ള, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടിയോ ചില്ലി പൗഡറോ റെഡ് ചില്ലിയോ എടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് അത് മസാല പുരട്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഇതിനാവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ബട്ടർ. അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തു ഗ്രൈൻഡറിലിട്ടിട്ട്. അതിനുശേഷം ബട്ടർ ഒരു പാത്രത്തിലിട്ട് ഉരുക്കി അതിലേക്ക് ഈ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് എടുത്തിട്ട് ഇതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രോൺസ് ഇട്ട് വശം പ്രോൺസ് ഒന്ന് ചൂട് തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിനൊരു റെഡ് കളറ് വരും. അപ്പോൾ നിങ്ങൾ റെഡ് ചില്ലിയാണ് എടുക്കണതെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒരു റെഡ് കളർ ഉണ്ടാവും നമ്മൾ പ്രോൺസ് റെഡി ആയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ പ്രോൺസ് ചൂട് തട്ടിക്കഴിഞ്ഞാൽ തൊണ്ട് കളയാത്തത് കൊണ്ട്, തൊണ്ടടക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൊണ്ട് കളയാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിനൊരു റെഡ് കളറ് വരും. കളർ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് ബട്ടറിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ പ്രോൺസ് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ശരിയായി കിട്ടും. പിന്നെ പ്രോൺസ് അധികം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെയാവും. അപ്പോൾ അധികം ഇട്ടിട്ട് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കളർ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പാഴ്സലി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഇത് ചില്ലി സോസിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.